ലീഫ് കേളിംഗ് അഥവാ ഇല ചുരുളിച്ച നമ്മുടെ കിച്ചൺ ഗാർഡനിലത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. സാധാരണയായിട്ട് നമ്മുടെ മുളക് ചെടിയിലാണ് ഇത് അധികവും കാണപ്പെടണമെന്നുണ്ടെങ്കിലും നമ്മുടെ തക്കാളി, റോസ് പോലുള്ള ചെടികളിലും ഈ ഒരു അസുഖം ബാധിച്ച് കാണാറുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ കായകളുടെ എണ്ണം കുറയും, കായകളുടെ ഷേപ്പ് പോവുകയും അത് ചെടിയിൽ മൊത്തത്തിൽ വ്യാപിച്ചിട്ട് ചെടീനെ മൊത്തമായിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു കേട് വളർന്നു വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞാലാണ് ഇതിൽ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് സാധാരണയായിട്ട് പ്രധാനമായും 3 വിധത്തിലാണ് ഇത്തരം ഇല ചുരുളിച്ച നമ്മൾ കാണുന്നത്. ഒന്ന്, എൻവയൺമെൻറ്റൽ സ്ട്രെസ്സ്, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ചെടികൾക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സ് കൊണ്ട് ഇലകൾ ചുരുളാം. രണ്ടാമത്തത് വൈറസ് മൂലം. മൂന്നാമത്തത് ചെറിയ ചെറിയ പ്രാണികൾ അഥവാ ഇൻസെക്ട്സ് വഴി ഈ അസുഖം വരാം. അപ്പോൾ ഇതിലെ ആദ്യത്തെ കാരണം എൻവയൺമെൻറ്റൽ സ്ട്രെസ്സാണ്. അതായത് കാലാവസ്ഥ പെട്ടെന്ന് മാറുമ്പോൾ, അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മഴ പെയ്യാം, അല്ലെങ്കിൽ മഴ വല്ലാതെ അധികം പെയ്തിട്ട് ഒട്ടും സൂര്യപ്രകാശവും വെളിച്ചമൊന്നും കിട്ടാത്ത അവസ്ഥ വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ ചെടികളിൽ ഇല ചുരുളിച്ച കാണാറുണ്ട്. വെള്ളം അധികമാകുമ്പോൾ ചെടികളിൽ ഇല ചെറുതായിട്ട് ചുരുളാറുണ്ട്. അതുപോലെ തന്നെ വെയിൽ വല്ലാതെ അധികമായി കഴിഞ്ഞാലും ചെടികളുടെ ഇലകൾ ചുരുളാറുണ്ട്. അങ്ങനെ ചുരുളുമ്പോൾ ഇലകൾ മുകളിലേക്കാണ് ചുരുളാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെയിൽ മൂലമാണെങ്കിൽ നമ്മൾ ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ചുരുളിച്ച മാറാറുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാലാവസ്ഥയാണോ ചെടികളുടെ ഇല ചുരുളിച്ചയ്ക്ക് കാരണം എന്നുള്ളത് ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ കാരണം വൈറസ് മൂലമാണ്. വൈറസ് മൂലമുള്ള ഇല ചുരുളിച്ചയാണെന്നുണ്ടെങ്കിൽ ചെടികളുടെ എല്ലാ ബ്രാഞ്ചസിലും വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി കാണാറുണ്ട്. അതുപോലെ തന്നെ കൂമ്പലകൾ വല്ലാതെ വളരെ ചെറുതായിട്ട് കുരുടിച്ച് പോണ അവസ്ഥ വരാറുണ്ട്. അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ അത് വൈറസ് മൂലമുള്ളതാണ്. മഴ പെയ്യുമ്പോൾ, അതായത് നല്ല വേനൽക്കാലത്ത് പെട്ടെന്ന് പെയ്യുന്ന മഴയത്ത് ഇത്തരം വൈറസുകൾ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഫ്ലൈസ് വഴിക്കും, അതായത് നമ്മുടെ ഈ ചെറിയ കുഞ്ഞു പൂമ്പാറ്റ പോലത്തെ പ്രാണികളുണ്ടല്ലോ, അവർ വന്നിരിക്കുന്നത് വഴിക്കും ഇത് സ്പ്രെഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വൈറസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെടീനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും കോണ്ടാക്റ്റ് ഫംഗിസൈഡോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസോ യൂസ് ചെയ്തിട്ട് വേണം ചെടീനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ. മാത്രമല്ല അത് ഈ ഒരു ചെടിയുമേ വേറെ പ്രാണികൾ വന്നിരുന്നിട്ട് അത് വേറൊരു ചെടിയുമേലേക്ക് ഇരിക്കുമ്പോൾ ആ ചെടിയിലേക്കും ഈ ഒരു വൈറസ് മൂലമുള്ള ലീഫ് കേളിങ് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ വൈറസ് മൂലമുള്ള ലീഫ് കേളിങ് ആണ്, ഇല ചുരുളിച്ചയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെടീനെ മൊത്തത്തിൽ പെട്ടെന്ന് നശിപ്പിച്ച് കളയണതാണ് അഭികാമ്യം. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. അതായത് ചെടികളുടെ അവിടെ ഇവിടേക്ക് ആയിട്ട് ചില ഇലകൾ മാത്രം ചുരുണ്ട് കാണുകയും അത് ചെടിയുടെ മൊത്തത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുക. അത്തരം ഇല ചുരുളിച്ച നമ്മുടെ ട്രിപ്സ്, മൈറ്റ്സ് എന്നൊക്കെ പറയണ ചെറിയ പ്രാണികൾ, അതായത് മുഞ്ഞ, ഇലപ്പൻ, പുഴു അങ്ങനത്തെ പ്രാണികൾ മൂലം ഉണ്ടാകുന്ന ഇല ചുരുളിച്ചയാണ്. അത്തരം ഇല ചുരുളിച്ചയിൽ നിന്ന് നമുക്ക് ചെടിയെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. ട്രിപ്സാണ് ഇല ചുരുളിച്ചയ്ക്ക് കാരണം എന്നുണ്ടെങ്കിൽ ഇലകൾ മോൾ ഭാഗത്തേക്കാണ് വളഞ്ഞിരിക്കുക. അതുപോലെ മൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇലകൾ അടിഭാഗത്തേക്കും വളഞ്ഞിരിക്കും. ചില സമയത്ത് ഇവ രണ്ടും കൂടി ഒരുമിച്ചും ചെടികളെ ആക്രമിച്ച് കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലകളുടെ ഷേപ്പൊക്കെ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം ഇൻസെക്ട്സ് വഴിയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻസെക്ട്സിനെയും നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് മിക്കവാറും നമ്മുടെ വൈറ്റ് ഫ്ലൈസ് ആയിരിക്കും. അപ്പോൾ വൈറ്റ് ഫ്ലൈസിനെ തടഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ചെടികളെ ഒരു പരിധിവരെയൊക്കെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. സ്ട്രോങ് ആയിട്ടുള്ള ആക്രമണമാണെങ്കിൽ, അല്ലെങ്കിൽ കാര്യമായിട്ട് ചെടികളെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക പോലുള്ള കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സോ ഫംഗിസൈഡ്സോ ഒക്കെ അടിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കെമിക്കൽ ഫംഗിസൈഡ്സും ഇഷ്ടപ്രകാരം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ നോക്കുന്നത് ഓർഗാനിക്കായിട്ട് എങ്ങനെയാണ് ഇവയിൽ നിന്ന് നമ്മുടെ ചെടികളെ
രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓർഗാനിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നീം ഓയിലും ബേക്കിംഗ് സോഡയൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ നമുക്ക് നീം ഓയിൽ മാത്രമായിട്ട്, അതായത് നീം ഓയിലും അതിലേക്ക് ഒരു 4-5 തുള്ളി നമ്മുടെ ലിക്വിഡ് സോപ്പും 1 ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചിട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓർഗാനിക്കായിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് നമ്മുടെ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് ചെയ്യണത്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ബയോ പെസ്റ്റിസൈഡാണ്. അതായത് നമുക്ക് ഓർഗാനിക്കായിട്ട് ഉപയോഗിക്കാവുന്ന ചെടികൾക്ക് ദോഷം വരാത്ത ഒരു മീഡിയമാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, രണ്ടും 2 സാധനമാണ്. അപ്പോൾ അത് നമുക്ക് തെറ്റിപ്പോവരുത്. ബേക്കിംഗ് സോഡയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് സോഡയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ചെടികളിൽ ഇത്തരം ചെറിയ പ്രാണികളെ തുരത്താനായിട്ട് ഫലപ്രദമായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് 4 സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ആദ്യം 1 ലിറ്റർ വെള്ളം, പിന്നെ നീം ഓയിൽ, ബേക്കിംഗ് സോഡ, 4ാമത്തത് ലിക്വിഡ് സോപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ നീം ഓയിൽ എടുക്കുമ്പോൾ 15,000 ppm എങ്കിലും ഉള്ള നീം ഓയിലുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1000 ppm തൊട്ടുള്ള നീം ഓയിലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരു 10,000 15,000 ഒക്കെ ppm ഉള്ള നീം ഓയിലുകളാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുക. അപ്പോൾ ppm ശ്രദ്ധിച്ചിട്ട് നീം ഓയിൽ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ 2 ടീസ്പൂൺ കേട്ടോ നീം ഓയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയും ബയോ പെസ്റ്റിസൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ചെടികളിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. അപ്പോൾ അത് 1 ടീസ്പൂണാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു 5 തൊട്ട് 10 തുള്ളി വരെ ലിക്വിഡ് സോപ്പാണ്. അത് നമ്മളിവിടെ വീട്ടിലുപയോഗിക്കുന്ന ഏതെങ്കിലും ഹാൻഡ് വാഷോ ഡിഷ് വാഷോ ആയിട്ടുള്ള ലിക്വിഡ് സോപ്പുകൾ ഏതെങ്കിലും ഒരു 5-10 തുള്ളി നമുക്കിതിലേക്ക് എടുക്കാം. ഇത് 4ഉം കൂടിയിട്ട്, അതായത് 1 ലിറ്റർ വെള്ളം, 2 സ്പൂൺ നീം ഓയിൽ, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, എല്ലാം ടീസ്പൂണാണ്. പിന്നീട് ലിക്വിഡ് സോപ്പ് ഒരു 5-10 തുള്ളി. ഇത് 3-4ഉം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികളിൽ ഈ ചുരുളിച്ചുള്ള ഭാഗങ്ങളിലൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടി മൊത്തത്തിലായിട്ടും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള കാരണം തന്നെ ഇതിലത്തെ അംശങ്ങൾ പ്രാണികളുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പ്രാണികൾ നശിച്ചു പൊക്കോളും. അപ്പോൾ ഇത് നമുക്ക് മാസത്തിൽ 2 തവണയെങ്കിലും നമ്മളിത് ചെടികളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം പ്രാണികൾ അതിലേക്ക് വരില്ല. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുകയെന്നുള്ളതാണ് നമ്മൾ വന്നിട്ട് ചികിത്സിക്കണേക്കാളും എപ്പോഴും നല്ല കാര്യം. അപ്പോൾ അത് ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ 2 ആഴ്ചയിലൊരിക്കലെങ്കിലും, അതായത് മാസത്തിൽ 2 തവണയെങ്കിലും നമുക്കിത് മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ മൊത്തം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗാർഡൻ മൊത്തം, ഏതെങ്കിലും 1-2 ചെടിയിൽ മാത്രം സ്പ്രേ ചെയ്യാതെ മൊത്തത്തിൽ എല്ലാ ചെടികളിലും സ്പ്രേ ചെയ്താലാണ് ഒരുമിച്ച് ആ പ്രാണികൾ നശിച്ച് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും 1-2 ചെടിയിൽ ചെയ്യുമ്പോൾ അവർ വേറെ ചെടികളിൽ പോയിരിക്കും. അവിടെ നിന്ന് ഈ ചെടി വീണ്ടും ഹെൽത്തി ആകുമ്പോൾ അതുമേലേക്ക് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് മരുന്ന് അപ്ലൈ ചെയ്യായാലും നമ്മൾ മൊത്തമായിട്ട് എല്ലാ ചെടികളിലും മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏത് മരുന്ന് ഉപയോഗിക്കുകയായാലും ആദ്യം പാച്ച് ടെസ്റ്റ്, അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തോ ഒരു ചെടിയുമോ മാത്രം ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഏതൊരു മരുന്നും ചെടിക്ക് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഗാർഡനിൽ മൊത്തമായിട്ടോ ഉപയോഗിക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ അതിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയും ഗാർഡനും മൊത്തത്തിൽ അടിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ചെറിയൊരു അലർജി, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്കൊരു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് അടിച്ചു നോക്കിയതിന് ശേഷമല്ലേ അപ്പോൾ അവർ അലർജി ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ചെടികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ഇലകളിലൊക്കെ അടിച്ച് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ചെടികൾക്ക് ഏത് മരുന്നായാലും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണോട് കൂടി തന്നെ നമ്മൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളമൊന്നും കൊടുക്കാൻ മറന്നു പോകരുത്. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം കൂടുമല്ലോ. അപ്പോൾ അവർക്ക് കൂടുതൽ വളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇതുപോലെയുള്ള പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ 1-2 ദിവസം ഗ്യാപ്പിട്ട് വീണ്ടും ചെയ്യണം. അങ്ങനെ ഒരു 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ അടുപ്പിച്ച് തന്നെ ചെടികൾക്ക് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് ആദ്യത്തേൽ എന്തെങ്കിലും എഫക്റ്റ് കിട്ടാത്തതോ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കണവരോ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടിയും ഇത് ബാധകമാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 3-4 ട്രിപ്പ് അടുപ്പിച്ച് ചെയ്യാനായിട്ട് 1-2 ദിവസത്തെ ഇടവേളയിൽ അടുപ്പിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. അത് ഏത് പെസ്റ്റിസൈഡ് നമ്മൾ കൊടുക്കുകയായാലും
ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്.